പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് റിജി ബ്രദറും ഷീബ സിസ്റ്ററും വാടകയ്ക്ക് താമസിക്കുന്ന മൂവാറ്റുപുഴയിലുള്ള ഭവനത്തിലാണ്. ഷീബ സിസ്റ്റർക്ക് വയസ്സ് 42 വയസ്സാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിജി ബ്രദർ സ്വന്തം ഭാര്യയായിരിക്കുന്ന ഷീബ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ പൈസയില്ലാതെ ഉണ്ടായിരുന്ന 4 സെന്റ് സ്ഥലവും വീടും കിട്ടിയ വിലയ്ക്ക് വിറ്റ് ആശുപത്രി ബില്ലടയ്ക്കാനില്ലാതെ ബില്ലടച്ച് അത്ര വില കൊടുത്ത് സ്നേഹിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസയില്ലാതെ വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. പ്രിയമുള്ളവർ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാമേ, ദയവായിട്ട് ശ്രദ്ധിക്കണമേ. ഇതാണ് ഷീബ സിസ്റ്റർ, ഇത് റിജി ബ്രദർ. ഇപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സംസാരിച്ചോളൂ. എൻ്റെ പേര് റെജി വർഗീസ് എന്നാണ്. ഞാൻ IPC ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 91 സ്നാനപ്പെട്ട ആളാണ്. എൻ്റെ ഭാര്യ ഡയാലിസായിട്ട് 2 വർഷമായിട്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തികമായിട്ട് തീരെ ഒരു അവസ്ഥ നിലയിലായിരുന്നു. കാരണം എനിക്കുണ്ടായിരുന്ന 4 സെന്റ് സ്ഥലവും ഒരു വീടും നിസ്സാര വിലയ്ക്ക് വിറ്റ് ഞാൻ ആശുപത്രിയിൽ ബില്ലടക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ വാടകയ്ക്കാണ്. വീട് ചികിത്സിക്കാൻ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പലരോടും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായിട്ടൊക്കെ ഇപ്പൊ എങ്ങനെയാണ് സ്ഥിതി? സാമ്പത്തികമായിട്ട് ഇപ്പോൾ വാടകയ്ക്കാണ്. വേറെ ഇല്ല, ഒരു മാർഗമില്ല. കാരണം 3 ദിവസം ഡയാലിസിന് പോകണം. 3 ദിവസം ഡയാലിസിന് ഞാൻ കൂടുതൽ പോകണം. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കണമല്ല. എന്താ ജോലിയൊക്കെ? എനിക്ക് വീടിൻ്റെ പെയിൻറ്റിങ് ആണ്. ഇപ്പോൾ പണിയില്ല, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായി. മക്കളൊക്കെ എന്തെടുക്കുന്നു? മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പഠനം നിർത്തി. 2 പേര്. അവർ 2 പേരും പഠനം നിർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. +2 ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ +1 എഴുതിയില്ല. പിന്നെ ഏറ്റവും ഒരു മകളാണ്, അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നാളായി അസുഖം വന്നിട്ട്? ഇപ്പോൾ വന്നിട്ട് 2 വർഷമായി അസുഖം വന്നിട്ട്. പക്ഷേ ഡയാലിസ് ചെയ്തത് ഒരു 1.5 വർഷമാണ്. ഓക്കെ. പ്രിയമുള്ളവരെ, ഇടയ്ക്കിടയ്ക്ക് അവർ എന്നെ വിളിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രിയമുള്ളവർ എന്നെ വിളിക്കും. ഒരു വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് അവർ പോകുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രിയമുള്ളവർ പോകുന്നത്. ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസയില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഈ കുടുംബത്തിലെ ഡയാലിസിസ് ചെയ്യാൻ പലപ്പോഴും പൈസയില്ലാതെ കടയിൽ നിന്ന് പലപ്പോഴും ചെന്ന് പലരെയും കണ്ടു. നമ്മളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത്, കടയിൽ നിന്ന് പിരിവെടുത്താണ് ഈ പ്രിയമുള്ളവർ ഡയാലിസിസിനൊക്കെ പലപ്പോഴും പൈസ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. വാടക മാസം 5000 രൂപ കൊടുക്കണം. കാരണം സ്വന്തം വീടൊക്കെ ഒരു വിറ്റ സാഹചര്യങ്ങളിൽ ഇനി കയറി കിടക്കാനോ മറ്റ് യാതൊരുമായ സാഹചര്യങ്ങളും ഇല്ല. ദയവായിട്ട് ഈ പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? ഫെഡറൽ ബാങ്കിൽ. ആരുടെ പേരില്ല? എങ്ങനെ പേരെഴുതിയേക്കുന്നത്? ഷീബ റെജി. അക്കൗണ്ടിൽ ആ പേരാണ്. ബ്രാഞ്ച് ഏതാ? കോലഞ്ചേരി. ഓക്കെ. ഇവിടെ എറണാകുളം ജില്ല കോലഞ്ചേരി, മൂവാറ്റുപുഴയ്ക്കടുത്ത്. ഓക്കെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുടുംബത്തെ എങ്ങനെയും ഒന്ന് സഹായിക്കണം. എവിടെയാണ് ഡയാലിസിസിന് വേണ്ടി ഇട്ടിരിക്കുന്നത്? എന്താ ഈ ഭാഗത്ത് ഡയാലിസിസ് ചെയ്യാനുള്ള കാരണം? ഇവിടെ ചെയ്യാനുള്ള കാരണം കയ്യിൽ നമുക്ക് ചെയ്യാനായിട്ട് ഞരമ്പ് കിട്ടുന്നില്ല അല്ലേ? കാലയിൽ എങ്ങുമില്ല. അതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അത് ഇവിടെ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു ട്യൂബ് ഇട്ടേക്കാണ്. ആ ട്യൂബ് ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ.
42 വയസ്സ് പ്രായമുള്ളൂ. ഇനിയും കർത്താവ് വരാൻ താമസിച്ച ഇനി ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. ഇവർ വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നു. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളായി നമ്മുടെ കരങ്ങൾ തീരട്ടെ. ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടത്തക്ക നിലയിൽ ദൈവം അവരെ ഉപയോഗിക്കട്ടെ. പ്രിയ റിജി ബ്രദറെ പരസ്യങ്ങൾക്കും ട്രാക്ട് വിതരണങ്ങൾക്കും ഒക്കെ സമയം കിട്ടുമ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴത്തുള്ള സാഹചര്യത്തിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് റിജി ബ്രദർ മുന്നോട്ട് പോകുന്നത്. ഡയാലിസിന് ഇവിടെ ആകുമ്പോൾ നല്ല പൈസ വരുന്നുണ്ടല്ലേ? പൈസ വരുന്നുണ്ട്. നെഞ്ചത്തായോണ്ട് നല്ല പൈസ വരുന്നുണ്ട്. പൈസ കൂടുതൽ വരും. സ്റ്റിക്കറിന് മാത്രം 450 രൂപ എക്സ്ട്രാ വരും. അല്ലാതെ മൊത്തം ഡയാലിസിന് 1650. ഡയാലിസിന് 1650 മൊത്തം. ഒരു ആഴ്ച എത്ര പ്രാവശ്യം ചെയ്യണം? ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യണം. 3 പ്രാവശ്യം ചെയ്യണം. നമുക്ക് വേറെ ഒരു പണിക്ക് പോകാനും പറ്റില്ല. പണിക്കാൻ പറ്റില്ല. നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ആ ഡയാലിസിന് വാങ്ങിച്ചു കൊടുക്കണം. അതിന്റെ സാധനങ്ങളെല്ലാം അതിനൊക്കെ എത്ര വരും? അതിന് അത് മാത്രം മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു മാസം 2000 രൂപ മേൽ വരും. 2500 വരും. ഓക്കെ. ഡയാലിസിന് ട്യൂബ് അത് 8 തവണ ചെയ്യാൻ പറ്റുള്ളൂ. 8 തവണ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മാസം പിന്നെ ഡയാലിസിസ് ചെയ്യാനും മരുന്നിനും എല്ലാം കൂടെ എത്ര രൂപ വരും? ഒരു മാസം ഡയാലിസിസ് എല്ലാം കൂടി 36-37 രൂപ ഇരിക്കുക. 36,000-37,000 രൂപയുടെ ബില്ല് വരുമല്ലേ? ഓക്കെ. ദൈവമേ സ്തോത്രം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം ഒരു അത്ഭുതം ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ലോകത്തിലുള്ള അനേക പ്രിയമുള്ളവർ പ്രാർത്ഥിക്കും. ദൈവം ഒരു വഴി തുറക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. പിന്നെ ഈ സഹായിക്കുന്നവരൊന്നും സമൃദ്ധിയിൽ നിന്ന് സഹായിക്കുന്നവരല്ല, അവിടെ ഇല്ലായ്മയിൽ നിന്നാണ് സഹായിക്കുന്നത്. പലരുടെയും ജോലികളൊക്കെ നഷ്ടപ്പെട്ടു പോയവർ പോലും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.